റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദം ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ഹിന്ദി മഹാവിദ്യാലയത്തിൽ ദേശസ്നേഹ സംഗമവും മഹാസംഗമം എന്ന ദേശീയോദ്ഗ്രഥന നാടകവും നടത്തി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിനായി വ്യത്യസ്ത വഴികളിൽ സഞ്ചരിച്ചപ്പോഴും മഹാത്മാഗാന്ധിയും നേതാജിയും അന്യോന്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് എടുത്തു കാണിച്ചും പൊതുലക്ഷ്യം മുൻനിർത്തിയുള്ള ഇരുവരുടെയും ഐക്യത്തെ ഉദ്ഘോഷിച്ചും മഹാത്മജിയുടെയും നേതാജിയുടെയും ഉജ്ജ്വല പോരാട്ടങ്ങൾക്കൊപ്പം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ സമർപ്പിത പോരാട്ടം കൂടി അതീവ പ്രാധാന്യത്തോടെ ചേർത്ത് വെച്ചും അവതരിപ്പിച്ച നാടകം ശ്രദ്ധേയമായി. മഹാത്മാഗാന്ധിയെ നേതാജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തതും നേതാജിയെ ഗാന്ധിജി ദേശഭക്തരുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചതും അഹിംസാ പോരാട്ടത്തിന് മൗലാന നൽകിയ പിന്തുണയെ ഗാന്ധിജി പ്രശംസിക്കുന്നതും മൗലാന ആസാദിനെ നേതാജി ഏറെ ബഹുമാനിക്കുന്നതും നേതാജിയെ മൗലാന ആസാദ് അതീവ ആദരവോടെ വീക്ഷിക്കുന്നതും നേതാജിയുടെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഗാന്ധിജിയും മറ്റെല്ലാവരും ഏറ്റുവിളിക്കുന്നതുമായ രംഗങ്ങൾ ഹൃദയസ്പർശിയാണ്. പി വി സഹദേവൻ രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ സഹദേവനോടൊപ്പം ഖാദർ മൊയ്തീൻ, അക്ബർ ബാദുഷ എച്ച്, ഫാത്തിമ ടീച്ചർ എന്നിവരും വിദ്യാർത്ഥികളും അഭിനേതാക്കളായി. ദേശസ്നേഹ സംഗമത്തിൽ സൗഹൃദം ദേശീയവേദി പ്രസിഡന്റ് പി വി സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം, ജനുവരി 26 റിപ്പബ്ലിക് ദിനം, ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം എന്നിവ സമന്വയിപ്പിച്ചാണ് ദേശസ്നേഹ സംഗമം സംഘടിപ്പിക്കുകയും മഹാസംഗമം എന്ന നാടകാവതരണം നടത്തുകയും ചെയ്തതെന്ന് അധ്യക്ഷൻ പറഞ്ഞു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഗാന്ധിയൻ പ്രവർത്തകനുമായ അക്ബർ ബാദുഷ എച്ച് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി മഹാവിദ്യാലയം പ്രിൻസിപ്പൽ ഫാത്തിമ ടീച്ചർ സ്വാഗതം പറഞ്ഞു. ആത്മജ പി ആർ നന്ദി പറഞ്ഞു. വിവില്യ ഡെൽഫിൻ, കൃഷ്ണപ്രിയ കെ കെ, സലോമണി ഡി, വിനീഷ് വിശ്വനാഥ്, പൃഥ്വി പ്രകാശ് എം സി, അനിരുദ്ധ് പി ആർ എന്നിവർ പ്രസംഗിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ മുൻനിർത്തി സംഗമത്തിൽ സഹദേവൻ, ഖാദർ മൊയ്തീൻ എന്നിവരെയും ഹിന്ദി കലോത്സവത്തിൽ നേട്ടം കൈവരിച്ച ഹിന്ദി വിദ്യാലയത്തിലെ കുട്ടികളെയും ഹിന്ദി വിദ്യാലയം ആദരിച്ചു.